വിനോദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, PV അൻവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നു ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ DGP ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിന് പിന്നാലെ അജിത് കുമാർ നാളെ ദിവസത്തെ അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അതൊക്കെ ഓണ അവധിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. പക്ഷെ ഏതെങ്കിലും രീതിയിൽ PV അൻവർ ഇത്തരമൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്നും നീക്കാനുള്ളൊരു സാധ്യതയുണ്ടോ വിനോദ്? ടോം, പലവിധ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു സംരക്ഷണം MR അജിത് കുമാറിന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു നടപടിക്കുള്ള ഒരു നിർദ്ദേശം വന്നിട്ടില്ല. അതേസമയം അൻവർ പറഞ്ഞ പരാതി അതിങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചു. അത് ആ വഴിക്ക് നടക്കുന്നുണ്ട്. 5 അംഗ അന്വേഷണ സംഘത്തെ അൻവറിന്റെ പരാതികൾ പരിശോധിക്കുന്നതിന് ആദ്യം നിയോഗിച്ചു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം ഈ 2 RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. തൃശൂരും തിരുവനന്തപുരത്തും. ദത്താത്രേയെ കണ്ടത് തൃശൂരാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന വിമർശനം പോലും വരുന്നു. CPIയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് CPM വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതെങ്കിലും എതിർ പാർട്ടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണമല്ല, മറിച്ച് ഭരണപക്ഷ MLA തൊടുത്തുവിട്ട ആരോപണങ്ങൾ, അത് CPI പോലുള്ള പാർട്ടികൾ അതിൽ വിശദമായ അന്വേഷണം വേണം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന നിലയിലേക്ക് അവർ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയാണ്. അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചകളും ദുരൂഹമാണ്. കാരണം അടുത്തടുത്ത ദിവസങ്ങളിലാണ് 2 RSS നേതാക്കളെയും കണ്ടിരിക്കുന്നത്. തൃശൂരിൽ കഴിഞ്ഞ വർഷം മെയ് 22-നായിരുന്നു ദത്താത്രേയുമായുള്ള കൂടിക്കാഴ്ച. അത് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തൊട്ടടുത്ത മാസം തന്നെ ജൂൺ 2-ന് മെയ് 22-നും ജൂൺ 2-നുമായാണ് 2 കൂടിക്കാഴ്ചകൾ. ജൂൺ 2-നാകട്ടെ രണ്ടാമത്തെ RSS നേതാവിനെ കോവളത്ത് കാണുകയാണ്. ആ സമയത്ത് അജിത് കുമാറിനോടൊപ്പം ചില ബിസിനസ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്തിനു വേണ്ടി, സ്വകാര്യ സന്ദർശനം എന്ന് അജിത് കുമാർ പറഞ്ഞു. ആദ്യത്തെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. എങ്കിൽ രണ്ടാമത്തെ സന്ദർശനം ഇങ്ങനെ RSS നേതാക്കളുമായി, ഉന്നതരായ RSS നേതാക്കളുമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP സർക്കാരിന്റെ അനുമതിയില്ലാതെ എന്തിന് കൂടിക്കാഴ്ച നടത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായി വരുന്ന കാര്യം. സർവീസ് ചട്ടത്തിന്റെ ലംഘനമുണ്ടോ, അധികാര ദുർവിനിയോഗമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അജിത് കുമാറിനെ സംബന്ധിച്ചുള്ള ഈ പരിശോധന നടത്തുന്നത് DGP-യാണ്. നമുക്കറിയാം, പോലീസിൽ പല കാര്യങ്ങളും, നയപരമായ പല കാര്യങ്ങളുടെയും ഉത്തരവുകൾ നേരത്തെ MR അജിത് കുമാർ പുറത്തിറക്കിയിരുന്നു. സർക്കുലറുകളും ഉത്തരവുകളും ഒക്കെയും പുറത്തിറക്കുമ്പോൾ അത് DGP-യോ പോലീസ് ആസ്ഥാനമോ അറിയാതെ ADGP-യുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഉത്തരവുകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ DGP-ക്ക് തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ADGP-യുടെ പല നിർദ്ദേശങ്ങളെയും പിന്നീട് തിരുത്തിക്കൊണ്ട് പുതിയ ഉത്തരവുകളോ അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളോ നൽകിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തിന്റെ അറിയിപ്പുകൾ സേനയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. DGP സ്ഥലത്തില്ലായിരുന്ന സമയത്തും അമിതമായ അധികാരം അല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം അജിത് കുമാർ എടുക്കുന്നു എന്ന ആരോപണങ്ങൾ, അവിടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. MR അജിത് കുമാർ അവിടെ ലൈസൺ ഓഫീസർമാരെ നിയമിച്ചതിൽ പോലും ഈ അമിത കുമാറിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും പുതിയ ആരോപണം വിനോദ്, ഈ ശബരിമലയിലടക്കം അമിതാധികാരം ഉപയോഗിച്ചു, MR അജിത് കുമാർ അമിതാധികാരം ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്റലിജൻസ് DGP-ക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതാണോ, അതോ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഈ റിപ്പോർട്ട് പുറത്തു വന്നത്? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. ഇതൊക്കെ നേരത്തെ തന്നെ ഉള്ള റിപ്പോർട്ടുകളാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പോലും നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുകയും വേണ്ടത്ര ഗൗരവത്തിൽ സർക്കാർ ആ വിഷയങ്ങളെ കാണാതിരിക്കുകയും ചെയ്തു എന്നതാണ്. അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ വിശദീകരണം തേടലോ മറ്റ് നടപടികളിലേക്കോ കടക്കുമായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടായി വന്നിട്ടും അതിന്മേൽ നടപടി ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഈ അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കുമ്പോൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളായി മാറുന്നത്. എന്തുകൊണ്ട്
അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടും സംരക്ഷിച്ചു. ഇപ്പോഴും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? PV അൻവർ പരാതി പറയേണ്ടത് ഈ തരത്തിലായിരുന്നില്ല എന്ന ഒരു വിമർശനം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അൻവറിനെ തള്ളാൻ വയ്യ. അതുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു. ആ നിലയ്ക്ക് അൻവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ അല്ല അന്വേഷണങ്ങൾ പോകുന്നതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ തുറന്നു പറയേണ്ടി വരുമെന്ന ഒരു നിലപാട് അൻവർ സ്വീകരിച്ചിട്ടുണ്ട്. P ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയില്ല. ആ കാര്യം നമുക്ക് P ശശി പരാജയമാണെന്ന് അൻവർ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും പിന്നീട് എഴുതി നൽകിയ പരാതിയിൽ P ശശിയുടെ പേര് പരാമർശിച്ചിരുന്നില്ല. എന്ന് തന്നെയായിരുന്നാലും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, അതിലെ സത്യസന്ധത, അതിൽ എത്രമാത്രം സത്യസന്ധമായി ആ അന്വേഷണം മുന്നോട്ട് പോകും, അതൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. പക്ഷേ DGP ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MR അജിത് കുമാർ ആകട്ടെ നേരത്തെ ഈ 5 അംഗ അന്വേഷണ സമിതിയിലെ തിരുവനന്തപുരം IG-യും തൃശൂർ റേഞ്ച് DIG-യും ഉണ്ട്. അത് ദൈനംദിനം ADGPക്ക് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. ഈ അന്വേഷണ സംഘത്തിലുള്ളത് കൊണ്ട് തന്നെ തനിക്കിനി അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് MR അജിത് കുമാർ സ്വീകരിച്ചു. പക്ഷേ അൻവറിന്റെ ആരോപണങ്ങൾ, അത് ഗുരുതരമായ ആരോപണങ്ങൾ, കൊലപാതകം നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് ബന്ധം, മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധം, പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്ന രീതി, സ്വീറ്റ്ദാസും ADGP MR അജിത് കുമാറുമായി അങ്ങനെ തട്ടിയെടുക്കുന്നു, അങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് 5 അംഗ സംഘം അന്വേഷിക്കുമ്പോഴാണ് ഈ RSS കൂടിക്കാഴ്ച എന്നത് വരുന്നത്. അവിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നു കമ്മീഷണർ അങ്കിത് അശോകൻ. അത് നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ, മുൻകാലങ്ങളിൽ എങ്ങനെയാണോ തൃശൂർ പൂരത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്, സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നത്, അതേ രീതിയിൽ നടത്തണമെന്ന റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയല്ല ക്രമീകരണങ്ങൾ വേണ്ടതെന്ന രീതിയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അജിത് കുമാർ നൽകുന്നു. അവിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നു. ഇതൊക്കെയാണ് ആരോപണങ്ങളായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം അജിത് കുമാർ തന്നെ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് VS സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അജിത് കുമാർ ആകട്ടെ അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനത്തിലാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അവധിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ള അദ്ദേഹം നേരത്തെ തന്നെ അവധിയിൽ പ്രവേശിച്ചേക്കുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ തീർച്ചയായും അവിടെയാണ് സംബന്ധിച്ച് അദ്ദേഹം കാര്യങ്ങൾ വിനോദ്, ഈ മുഖ്യമന്ത്രിയാണ് MR അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത് ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. MR അജിത് കുമാറിന് ഇപ്പോഴും തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലുള്ള ഒരു നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതിനിടെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ PV അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ വീണ്ടും കാണാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പക്ഷേ ഒരു വശത്ത് പാർട്ടി ഈ PV അൻവർ ഈ രീതിയിൽ പാർട്ടിയെയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പാർട്ടിയുടെ പിന്തുണ അൻവറിനില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോൾ അൻവർ, അതായത് പുലി പോലെ പോയ അൻവർ എലി പോലെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു ഒരു അവസ്ഥ, ഒരു സാഹചര്യം പോലുമുണ്ട്. പരിഹാസപാത്രവനായ ഒരു PV അൻവറിനെ ആണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷെ അൻവർ പിന്നോട്ടില്ല. താൻ മുഖ്യമന്ത്രിയെ വീണ്ടും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി PV അൻവറിന് ഒരു കൂടിക്കാഴ്ചക്കുള്ള ഒരു സാഹചര്യം ഒരുക്കുമോ? അൻവറിന്റെ ഈ പുതിയ ആരോപണത്തെയും ആവശ്യത്തെയും മുഖവിലക്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? വിനോദ്. ടോം, നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മാസ കാലാവധിയാണ് ആ അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട് വരട്ടെ. കാരണം ADGPയുടെ മുകളിലുള്ള DGP തന്നെ, സംസ്ഥാന പോലീസ് ചീഫ് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നടപടി എന്ന നിലയ്ക്കായിരിക്കും. അല്ലാതെ തിടുക്കപ്പെട്ട് ഇപ്പോൾ BJP അല്ലെങ്കിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്മേൽ ഒരു നടപടി ഉണ്ടാകാം. അല്ലാതെ ആദ്യത്തെ ആരോപണം, PV അൻവർ ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, അതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇനിയും ആ കാര്യത്തിൽ എടുക്കാൻ പോകുന്നൊരു നിലപാട് ഈ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ളതായിരിക്കും. അതേസമയം ഇപ്പോൾ DGP പ്രത്യേകം അന്വേഷിക്കുന്ന സംഭവമാണ് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. ദത്താത്രേയയും അതോടൊപ്പം തന്നെ മറ്റൊരു RSS നേതാവിനെ കോവളത്ത് കണ്ടു എന്ന വിവരം, ഈ രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ ബിസിനസ് സുഹൃത്തുക്കളുണ്ട്. ആ തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ
കൃത്യമായ ഒരു അന്വേഷണം DGP നടത്തുകയും അതിന്മേൽ വളരെ വേഗത്തിൽ സർക്കാർ ഒരു നടപടി എടുക്കാനുമുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത് ചട്ടവിരുദ്ധമാണ്, സർവീസ് ലംഘനമാണ്, അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ അന്വേഷണത്തിൽ വളരെ പെട്ടെന്ന് തെളിയുകയും അതിന്മേൽ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നടപടിയിലേക്ക് പോകേണ്ടി വരും. സർക്കാരും ഈ കാര്യത്തിൽ സമ്മർദ്ദത്തിലാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർ സ്വരങ്ങൾ വരുന്നുണ്ട്. പൂർണ്ണമായും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല CPM-ലെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ എല്ലാവരും ഒരേ സ്വരത്തോടുകൂടി ഇപ്പോൾ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. അന്വേഷണം നടക്കട്ടെ എന്നും ഇതിൽ പിഴവുകളുണ്ട് എന്ന് പറയാതെ പറയുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു വിഭാഗം നേതാക്കൾ നിൽക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് CPI ഒക്കെ എടുക്കുന്ന നിലപാടുണ്ട്. തൃശ്ശൂരിൽ CPI ആണ് മത്സരിച്ചത്. സുനിൽകുമാർ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്, ജനങ്ങളോട് കാര്യങ്ങൾ പറയേണ്ട ബാധ്യതയുണ്ട്. മുന്നണിയുടെയും സർക്കാരിന്റെയും ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അംഗമായതുകൊണ്ട് തന്നെ താൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പരാമർശങ്ങളിലേക്കോ പോകുന്നില്ല എന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. അതായത് തൽക്കാലത്തേക്ക് അവരാരും ഒന്നും പറയുന്നില്ല, പക്ഷെ പറയാനുണ്ട്. സർക്കാരിന്റെ നടപടി കൃത്യമായി വരട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ സ്ഥിതി സുരക്ഷിതമാണ് എന്ന് പറയാൻ തരമില്ല. ഇനി വ്യക്തിപരമായ സന്ദർശനമായിരുന്നു, ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ മെഡൽ നേടുക, പിന്നീട് DGP സ്ഥാനം ഉറപ്പിക്കുക, സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള നീക്കങ്ങൾ, അതിന് കേന്ദ്രത്തിന്റെ കൂടി പിന്തുണ വേണം. കേന്ദ്രം കൂടി അംഗീകരിക്കുന്ന പട്ടികയിൽ നിന്നാണ് ഒരു DGP-യെ തിരഞ്ഞെടുക്കുന്നത്, സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്റെ സൗഹൃദ വലയം വഴി, തന്റെ സുഹൃത്ത് വഴി RSS നേതൃത്വത്തെ സ്വാധീനിക്കാനാണ് അജിത് കുമാർ ശ്രമിച്ചത്. അങ്ങനെയെങ്കിലും അത് സർവീസ് ചട്ടം ലംഘനമാണ്. അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷം ഉന്നയിക്കും പോലെ ഇതൊരു പാലമാണ്, ഇടനിലയാണ്, BJP-യെയും CPM-നെയും ബന്ധിക്കുന്ന പാലമായി അജിത് കുമാർ പ്രവർത്തിക്കുന്നു. എവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി പല വിനോദ് സൂചിപ്പിക്കുന്ന പോലെ എത്രത്തോളം സുരക്ഷിതമായിരിക്കും MR അജിത് കുമാറിന്റെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പദവി? കാരണം പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണോ എന്ന ആക്ഷേപം വരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു? RSS-ഉം CPM-ഉം തമ്മിലുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു പാലമായിട്ടാണോ MR അജിത് കുമാർ പ്രവർത്തിച്ചത്? തുടങ്ങിയ പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ RSS-ഉമായുള്ള MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണം DGP തന്നെ നേരിട്ട് നടത്താനാണ് തീരുമാനവും.